വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മൈദാമാവ് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് മൈദാമാവ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കറണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ആ മാവിനെ ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചു. ഇതിന് കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മൈദാമാവിൽ ഒരുപാട് വെള്ളം ചേർത്തില്ല. അതൊന്ന് നമ്മൾ കറക്റ്റായിട്ട് ഒഴിച്ചിട്ട് വേണം അത് ഇതുപോലെ വിരകിയെടുക്കാൻ. ഇവിടെ എല്ലാം നന്നായിട്ട് വിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉരുളകളാക്കി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ ഉരുളകളായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പൊടിമാവൊന്ന് തട്ടിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ ചപ്പാത്തി ഇവിടെ പരത്തി കുറേശ്ശായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഇട്ടാൽ അത് ഒട്ടിപ്പിടിക്കും. കുറേശ്ശായിട്ടാണ് പരത്തിയിടുന്നത്. എന്നിട്ടൊരു പാനിലേക്ക് ഞാൻ ഇത് ചൂടായ ശേഷം ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്ത ഭാഗം മറിച്ചിടുമ്പോഴത്തേക്ക് നല്ല പൊങ്ങി വരും. നല്ല പൂര് പോലെ പൊങ്ങി വയ്ക്കും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സോഫ്റ്റായിട്ടിരിക്കും, പഞ്ഞിയായിട്ടിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.